ഞാനിതൊന്ന് ഒന്നും കൂടി ചുറ്റി പുറത്തെ കാഴ്ചകളൊന്ന് കാണിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കുവാണേ. അകത്ത് ഒത്തിരി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ സാവധാനം കാണിക്കാം. കാരണം ഇതൊത്തിരി നീണ്ടു പോകും ചിലപ്പോൾ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് കാണിക്കാം. ഡീറ്റെയിൽഡായിട്ട് ഓരോ സാധനങ്ങളുടെയും പ്രൈസ് ഞാൻ പതിയെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഹായ്, ഞാനിതേ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ അറീന സെൻറ്ററിൻ്റെ അവിടെ. ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞത് കേട്ടോ. എന്തായാലും നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇവിടെ ഞാൻ അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അവിടെ ഈ പറഞ്ഞോണം അവധി കാരണം എന്തോ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിരിക്കുകയാണ്. ഇന്ന് എക്സ്പെഷ്യലി ഇതുണ്ടോ, നല്ല ചൂട് കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായി. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പും ഇരുട്ടും കൂടി ഒരു ഇതായിരുന്നു. ഓൾമോസ്റ്റ് 3:30 ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഇരുട്ടാവും. ഒരു 3:30 ആകുമ്പോൾ ഇങ്ങനെ ലൈറ്റ് എല്ലാം പോയി ഇരുട്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തോ ദൈവമേ, ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവധിയാണ്. നാളെ രാവിലെ പോകണം, അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു ദിവസം കിട്ടിയല്ലോ, ഇവിടെ വരാൻ പറ്റി. ഇതിൻ്റെ ഉള്ളൊന്ന് കയറി കാണിക്കണം. വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടല്ലേ വരുന്നത്. നടന്ന് കാല് വേനെടുക്കും. കുറേ സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, കുറേ ഷോപ്സ് ഉണ്ട്. എങ്ങും ആയിട്ടില്ല. അപ്പം എനിക്ക് കാല് വേനെടുത്തിട്ട് ഞാനിത് ഇവിടെ ഇരുന്ന്, എൻ്റെ പുറകയിൽ വേറെ ആരോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്, അവരെ വെയിറ്റ് ചെയ്യാണ്. വിശക്കുന്നുണ്ട്. ഷോപ്സ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ഗുഡ്. ഇവരിങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെ നല്ലത്. നമുക്ക് റിലാക്സായി വല്ലോടത്ത് ഇരിക്കാം, ചാരി ഇരിക്കാം. എന്തായാലും കൊള്ളാം. ഇതിനൊന്നും പൈസ കൊടുക്കണ്ട. അപ്പോൾ ദേ ഞാനേ വെയിറ്റ് ചെയ്ത് എൻ്റെ കൂട്ടുകാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ മാക്ക് കണ്ടിട്ട് അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാനിരിക്കുവാണ്. അപ്പം ഞാനിപ്പോൾ അവരോട് പേര് ചോദിക്കുകയാണ്. ഈ അരീന സെൻറ്ററിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ അതും പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ എത്തി. ഇത് ഒത്തിരി കാണിക്കാനുണ്ട്, അതൊന്നും എത്താൻ പറ്റിയില്ല. എന്തായാലും പിന്നീട് എപ്പോഴെങ്കിലും ആവട്ടെ. അപ്പോൾ ദേ ഞങ്ങൾ മേടിച്ച ഞങ്ങളുടെ ലഞ്ച് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഇത് കഴിച്ചിട്ട് അവർക്കും അവരുടെ വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ ബൈ. ഹായ്. അപ്പോൾ ഞാൻ തിരിച്ചെത്തിയിട്ട് ഇത്തിരി മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ മത്തി നല്ല നെയ്മത്തിയാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അതവർ ക്ലീൻ ചെയ്തില്ല. ഇവിടെ വന്ന് ക്ലീൻ ചെയ്ത് ദേ. അപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ, അപ്പം നാളെ ക്രിസ്മസ് ആണ്. ഞാനിത് ഈ സംഭവം ഇന്ന് കുറച്ച് കറിയും വയ്ക്കാം, ഫ്രൈ ചെയ്യാനും മുളക് പുരട്ടി അങ്ങ് വെച്ചേക്കാമെന്ന് വെച്ചു. പെട്ടെന്ന് കാണിക്കാം. അപ്പോൾ ടൈം ഒത്തിരി ആയാലും ശരിയാവത്തില്ലല്ലോ. പിന്നെ ബീഫുണ്ട്. ബീഫും ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്രിസ്മസിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ അതിലേക്ക് കിടക്കുകയാണ്. അത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ എല്ലാവരോടും അഡ്വാൻസ് ആയിരുന്നല്ല, നാളെ ക്രിസ്മസ് ആണ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഈ ചെറിയ ചാനൽ പതിവ് പോലെ ഞാൻ പറയുവാണ്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റും ഇടണം, ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ മത്തി ഇങ്ങനെ തിളച്ച് വെള്ളം വറ്റാറായി. അതേ ഇതേ എൻ്റെ മത്തിക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മളിപ്പോൾ ഇതിൽ പച്ചമുളകൊന്നും ഉണ്ടായില്ല എന്ന് വെച്ചാൽ എനിക്ക് തുടക്കം ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി സൂപ്പർ കറി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോവാം. കണ്ടോ?
മത്തി അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ അടുത്തത് ദേ ബീഫിലേക്ക് ഞാനും കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 1/2 കിലോ ബീഫ് ഞാൻ നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ട് അതിൽ മഞ്ഞളും ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെച്ച്, എന്നിട്ട് വീണ്ടും അത് കഴുകണം. വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചതെല്ലാം ഇട്ടിട്ട് കൂട്ടി തിരുമ്മി ഡയറക്റ്റ് ഞാൻ കുക്കറിലായിട്ടാണ് വേവിക്കുന്നത്. പിന്നെ അപ്പോൾ കൂട്ടുകാരെ, ഇത് എൻ്റെ ബീഫ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി ഗോതമ്പ് പൊടിയുണ്ട്, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരോടും എൻ്റെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.